കേരളത്തിൽ റോഡ് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 50,000 കോടി രൂപയുടെ 31 പദ്ധതികൾ പ്രഖ്യാപിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ഇൻവെസ്റ്റ്മെന്റ് കേരള നിക്ഷേപക ഉച്ചകോടിയെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉച്ചകോടി രാജ്യത്തിന്റെ വ്യവസായ മേഖലയിൽ വികസന ചരിത്രത്തിന്റെ ഭാഗമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഗതാഗത രംഗത്തുണ്ടായ മുന്നേറ്റങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു. വിനോദസഞ്ചാര രംഗമാണ് കേരളത്തിന്റെ ആകർഷണങ്ങളിൽ ഏറ്റവും പ്രാധാന്യമേറിയത്. ആയുർവേദവും യോഗയും സാംസ്കാരിക കലകളും ഈ ആകർഷണങ്ങളുടെ ഭാഗമാണ്. കേരളത്തിന്റെ എല്ലാ വികസന ശ്രമങ്ങളിലും പൂർണ്ണമായ പിന്തുണ നൽകി ഒപ്പം നിൽക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. Where we showcase our state's vibrant investment climate underpinned by strategic advantages. The choir is also equally important. We have successfully implemented the experiment when I was MSME Minister. So choir and geotextile industry, there is also a huge potential. The huge coir industry is there, and producing coir, fires, coir mats and geotextiles, there is a huge potential for that. The tourism is the heart of the Kerala. In India, it contributes 6.5% to the GDP, supports 4.3 crore jobs, and tourism has very big potential. Contribution to GDP will reach 7.6% by 2034, and potential to create 6.5 crore jobs. Here is the advantage to the Kerala. ഹൈസ്പീഡ് റെയിൽ പദ്ധതിയും ആഴക്കടൽ തുറമുഖവും കേരളത്തിന്റെ മികച്ച സാധ്യതകളാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഉച്ചകോടിക്ക് കേന്ദ്ര സർക്കാരിന്റെ മുഴുവൻ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. Non-resident Indian shareholders came together to invest in setting up the Kochi airport at a cost of 300 crore rupees. It shows you that entrepreneurship is in the blood of every Keralite. They got together, not only set up a vibrant airport, which by the way today is worth 5,000 crores and paying a 40% dividend, I'm told, with over 32,000 shareholders. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്ന് പാലക്കാട്ട് ഏകദേശം 3,800 കോടി രൂപ ചെലവിലാണ് സ്മാർട്ട് ഇൻഡസ്ട്രിയൽ ടൌൺഷിപ്പിന്റെ സംയോജിത നിർമ്മാണ ക്ലസ്റ്റർ സ്ഥാപിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചി വിമാനത്താവളം പൊതു സ്വകാര്യ പങ്കാളിത്തത്തിന്റെ നാഴികക്കല്ലാണെന്നും സംരംഭകത്വം കേരളത്തിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. within a period of next 3 years and 6 months. Another is the report of the External Committee on Legislative Reforms, which has recommended decriminalization of 38 provisions